അറിവും ജ്ഞാനം അതുള്ളവർക്ക് ഇല്ലാത്തവരോട് പുച്ഛം, ഇല്ലാത്തവർ ഉള്ളവരെ പോലെ അഭിനയിക്കുന്നു. അതാണ് ജീവിതത്തിലെ സത്യം. ഓരോ കാഴ്ചകളിലുണ്ട് പ്രകാശം, സത്യത്തിന്റെ പ്രകാശം. ഓരോ ചോദ്യത്തിലുമുണ്ട് ഓരോ മണ്ടത്തരം, ഓരോ മണ്ടത്തരത്തിലും ഉണ്ട് ഓരോ ഉത്തരം. ഉത്തരമറിയാത്തവർ കൊഞ്ഞണം കുത്തുന്നു. നിങ്ങൾക്കും തുടങ്ങാം ഇന്ന് ഇവിടെ ഒരു കോടീശ്വരനാകാനുള്ള ശ്രമങ്ങൾ. വെൽക്കം ടു ഇൻവർനസിലാകാം കോടീശ്വരൻ. ഇൻവർനസിലുമാകാം കോടീശ്വരനിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയരെ, നമ്മുടെ ഇന്നത്തെ കണ്ടസ്റ്റന്റിനെ തെരഞ്ഞെടുക്കാൻ സമയമായി. നമ്മൾ ബസർ റൗണ്ടിലേക്ക് പോകുന്നു. ഇത് വളരെയേറെ ബുദ്ധിമുട്ടുള്ള ഒരു റൗണ്ടാണ്. കാരണം ചോദ്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, അതിനെക്കുറിച്ച് ചിന്തിക്കണം, പിന്നെ നിങ്ങളുടെ കൈവച്ച് ബസർ അമർത്തണം. ബസർ അമർത്തിയാൽ മാത്രം പോരാ, ഉത്തരം നൽകുകയും വേണം. ശരിയായ ഉത്തരം നൽകുന്നത് ആരായാലും അവർ ഇന്ന് എന്നോടൊപ്പം ഈ ഹോട്ട് സീറ്റിൽ വന്നിരിക്കുന്നതായിരിക്കും. ഇന്ന് ബസർ റൗണ്ടിലെ ചോദ്യം: ഇതാ ചോദ്യം. മീനിനെ ഭക്ഷിക്കുന്ന ഒരു വെളുത്ത പക്ഷിയുടെ പേര്. ചോദ്യം വീണ്ടും: മീനിനെ ഭക്ഷിക്കുന്ന ഒരു വെളുത്ത പക്ഷിയുടെ പേര്. അതാ ബസർ അടിച്ചിരിക്കുന്നു. ആ വലതുവശത്ത് നിൽക്കുന്ന മുണ്ടുടുത്ത ചേട്ടൻ ഉത്തരം പറയൂ. സാർ, കൊക്ക്. കൊക്ക്. ഉത്തരം തെറ്റാണ്. ഇനി ഇടതുവശത്ത് നിൽക്കുന്ന ആ കണ്ണാടി ഇട്ട ചേട്ടൻ, നിങ്ങളാണ് രണ്ടാമത് ബസർ നെക്കിയിരിക്കുന്നത്. നിങ്ങളുടെ ഉത്തരം എന്താണ്? ഉത്തരം സീകൾ അല്ലേ? ഉത്തരം വളരെ ശരിയാണ്. അങ്ങനെ ഇന്നത്തെ ഇൻവർനസിലുമാകാം കോടീശ്വരൻ പരിപാടിയിലേക്ക് നമുക്കൊരു കണ്ടസ്റ്റന്റിനെ കിട്ടിയിരിക്കുന്നു. അടിച്ചു കേറി വാ. അങ്ങനെ ഇൻവർനസിലുമാകാം കോടീശ്വരന്റെ ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പം ഹോട്ട് സീറ്റിൽ നമ്മുടെ കണ്ടസ്റ്റന്റ്. ഇന്നത്തെ സായാഹ്നം നിങ്ങൾക്ക് ഒരുപാട് ചില്ലറ തരട്ടെ. നോട്ട് മതി സാർ. പോയിന്റ് നോട്ടഡ്. അത് അതിമോഹമാണ്. എന്താണ് മഹോദയന്റെ പേര്? ഫ്രെഡി. ഫ്രെഡി എന്ത്? ഫ്രെഡി ഗോൺസാൽവസ് ഫ്രം ഈരാറ്റുപേട്ട. ഓഹോ, വളരെ ഗുമ്മുള്ള പേര്. എന്ത് ചെയ്യുന്നു ഫ്രെഡി? ഞാനിവിടെ ഇരിക്കുന്നു സാർ. അതല്ല ഫ്രെഡി, ജീവിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു എന്നാണ് ചോദിച്ചത്. ഞാനൊരു യൂട്യൂബർ ആണ് സാർ. സാർ കേട്ടിട്ടില്ലേ ഫ്രെഡീസ് കിച്ചൺ? ഓഹോ, അപ്പൊ ഗുമ്മുള്ള പേര് മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അല്ലേ? അങ്ങനെയാണെങ്കിൽ സാർ ഒരു ഗുമ്മുള്ള ചോദ്യം കൊണ്ട് ചോദിച്ചേ. തിരക്കാണല്ലോ, ചോദിച്ചു കളഞ്ഞേക്കാം. ഇതാ 1000 രൂപയുടെ ആദ്യത്തെ ചോദ്യം. On the floor baby, hit it hard baby, rock the body baby, പറ്റൂല്ലെങ്കിൽ dash. ഓപ്ഷൻ എ വാടി, ഓപ്ഷൻ ബി ആടി, ഓപ്ഷൻ സി കോടി, ഓപ്ഷൻ ഡി കോടി. സാർ, ഇത് ഞാൻ ഒരുപാട് തവണ കേട്ടിട്ടുള്ള പാട്ടാണ്. ഇംഗ്ലീഷൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എന്തായാലും ഇത് മിസ്സാക്കാൻ വഴിയില്ല. ഇതില് ഈ വാടി, താടി, കോടി, ഇത് മൂന്നും ആവാൻ ചാൻസ് ഇല്ല. പിന്നെ ഉള്ള ഓപ്ഷൻ പോടി. അതായിരിക്കും ഉത്തരം. അതാവണം ഉത്തരം. ഉറപ്പാണോ ഫ്രെഡി? ഉറപ്പാണ് സാർ. ഞാൻ ഈ ഉത്തരവുമായിട്ട് മുന്നോട്ട് പോകുന്നു. എങ്കിൽ ഗുരുജി ഓപ്ഷൻ സി പോടി ലോക്ക് ചെയ്യൂ. ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് 1000 രൂപ അടിച്ചിരിക്കുന്നു. 1000 രൂപ അടിച്ചിരിക്കുന്നു ഫ്രെഡി.
നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പണവുമായി ഈ നിമിഷം ഈ പ്രോഗ്രാം വിടാം. ഒരിക്കലുമില്ല സാർ, എനിക്ക് മുന്നോട്ട് പോകണം. വളരെ ദൃഢമായ തീരുമാനമാണല്ലോ. ആണ് സാർ. എന്താണ് ഫ്രെഡി ഈ തീരുമാനത്തിന്റെ പിന്നിൽ? എൻ്റെ അമ്മയ്ക്ക് ഞാനൊരു വലിയ പണക്കാരനായി കാണണമെന്നായിരുന്നു സാർ ആഗ്രഹം. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞത്. അമ്മ പറഞ്ഞതല്ലേ ഫ്രെഡി? നമുക്ക് അമ്മയെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം. നമ്മുടെ ഓഡിയൻസിന് വേണ്ടി നമുക്ക് അമ്മ പറഞ്ഞ വാക്കുകൾ ഒന്ന് ശ്രവിക്കാം. എനിക്ക് നീ ഒരു വാക്ക് തരണം. നീ എങ്ങനെ ജീവിക്കുമെന്ന് എനിക്കറിയണ്ട. എന്നാ നീ മരിക്കുമ്പോ അതിപ്രബലനായ സമ്പന്നനായ ഒരാളായി മരിക്കണം. അമ്മയെക്കുറിച്ച് നമ്മളിപ്പോ കേട്ടല്ലോ. ഇനിയും അച്ഛനെ കുറിച്ച് എന്തെങ്കിലും പറയൂ. എൻ്റെ ഡാഡി വളരെ ആക്റ്റീവാണ്. എന്തിലാണ്? എൻ്റെ ഡാഡി ബംബിൾ ആപ്പിലാണ് ആക്റ്റീവ്. ഓഹോ, അദ്ദേഹം ഇപ്പൊ എവിടാണ്? അദ്ദേഹം ഇപ്പോ ഫ്രണ്ടുമായിട്ട് ഗോവയിൽ ഒരു ട്രിപ്പ് കഴിഞ്ഞ് എത്തിയിട്ടേ ഉള്ളൂ. ചിൽഡാണ് പുള്ളി. നല്ല ബെസ്റ്റ് ഡാഡി. ഫ്രെഡിയുടെ ഡാഡി പറ്റിയ ഒരു ചോദ്യം എന്റെ കയ്യിലുണ്ട്. ലൂസിഫർ സിനിമയില് മോഹൻലാൽ പറഞ്ഞ ഒരു അടിപൊളി ഡയലോഗ് ഇതിലേതാണ്? ഓപ്ഷൻ എ, എന്റെ തന്തയല്ല നിന്റെ തന്ത. ഓപ്ഷൻ ബി, നിന്റെ തന്തയല്ല എന്റെ തന്ത. ഓപ്ഷൻ സി, തന്റെ തന്തയല്ല എന്റെ തന്ത. ഓപ്ഷൻ ഡി, എനിക്കും നിനക്കും തന്തയില്ല. ഓപ്ഷൻ ഡി, എനിക്കും നിനക്കും തന്തയില്ല. അതാവാൻ ഒരു വഴിയില്ല സാർ. കാര്യം എല്ലാവർക്കും ഒരു തന്തയുണ്ട്. പിന്നെ എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട് സാർ, ഇത് ആർക്കും മറക്കാൻ പറ്റാത്ത ഒരു മോഹൻലാലിന്റെ ഡയലോഗല്ലേ. ഇത് തുടങ്ങുന്നത് തന്റെ തന്ത വെച്ചിട്ടാണ്. വെറുതെ തന്തയ്ക്ക് വിളിച്ച്. എങ്കിൽ ഗുരുജി ഓപ്ഷൻ സി, തന്റെ തന്തയല്ല എന്റെ തന്ത ലോക്ക് ചെയ്യൂ. ഉത്തരം ശരിയാണ്. അങ്ങനെ ശരിയായ ഉത്തരം നൽകി 5000 രൂപ വരെ നിങ്ങൾ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നു. താങ്ക് യു സർ. നിങ്ങൾ വളരെ ഒരു സാമർത്ഥ്യക്കാരനാണെന്ന് തോന്നുന്നു. നിങ്ങൾ നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന് തോന്നുന്നു. ശരിയല്ലേ? അതെ സാർ. എങ്ങനെ മനസ്സിലായി? നിങ്ങളുടെ രൂപം കണ്ടപ്പോഴേ എനിക്ക് തോന്നി. എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ഈ അടുത്ത കാലത്ത് ചെയ്തിട്ടുണ്ടോ? ഞാനൊരു യൂട്യൂബറാന്നുള്ള കാര്യം സാർ മറന്നോ? തീർച്ചയായും മറന്നിട്ടില്ല. യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ വളരെ ക്രിയേറ്റീവ് ആണല്ലോ. വേറെയും കഴിവുകളുണ്ട് സാർ. ഞാൻ സ്വന്തമായിട്ട് എഴുതി, സ്വന്തമായിട്ട് അത് കമ്പോസ് ചെയ്ത്, സ്വന്തമായി പാടിയ ഒരു ഗാനമുണ്ട്. സാർ കേട്ടിട്ടുണ്ടോ? എങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ആ ഗാനം ഒന്ന് ആലപിക്കുവോ? ഉറപ്പായും സാർ. ഓട്ടപത്രത്തിൽ ഞണ്ട് വീണല്ലൊടലൊടലൊടല, മഴ പെയ്തു വെള്ളം വീണ ജല ജല ജലജ. എന്തൊരു മൂടല്ലേ സാർ. 1 2 3 4 ഓട്ടപാത്രത്തിൽ ഞണ്ടു വീണല്ലൊടലൊടലൊടലെ, മഴ പെയ്തു വെള്ളം വീണ ജല ജല ജലജ, വിരിഞ്ഞു പാല പൂമണം വന്നാൽ ഗുമുകുമകുമുകു, തേൻ കൂട്ടിൽ കല്ല് വീണൽ. മതി മതി, ഒന്ന് ഇരിയടേ. അവിടെ ഇരിക്കേ. വളരെ വേദനാജനകമാണ് തന്റെ ഒരു ക്രിയേറ്റിവിറ്റി. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വേദനയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാൻ 25000 രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ചോദ്യം ഇതാ: വേദന വരുമ്പോൾ ഉച്ചരിക്കുന്ന വാക്ക് ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, എന്റെ അമ്മോ. ഓപ്ഷൻ സി, അയ്യോ. ഓപ്ഷൻ ഡി, അയ്യോ അമ്മേ. ഇതിലൊരു സംശയവും വേണ്ട സാർ. ഇതിന്റെ ഉത്തരം എനിക്ക് വ്യക്തമാണ്. പതിവ് പോലെ മദ്യപിച്ച് വീട്ടിലെത്തിയ എന്നെ എന്റെ ഭാര്യ കുനിച്ചു നിർത്തി കൂമ്പിലിരിക്കാറാണ് സാർ പതിവ്. ഈ അടുത്തിടയ്ക്ക് പുതിയൊരു ടെക്നിക്ക് പുള്ളിക്കാരത്തി കണ്ടുപിടിച്ചു. എന്റെ മുതുവത്ത് കയറിയിരുന്ന് വയറ്റ് തിടിച്ചു സാർ. അന്നേരം ഞാൻ പറയാറുള്ള എന്റെ ഈ വാക്കുകൾ എങ്ങനെ മറക്കാനാണ് സാർ? അയ്യോ അമ്മേ. ഇത് സ്ഥിരമാണ് സാർ, സ്ഥിരമാണ്. ഗുരുജി,
ലോക്ക് ചെയ്തോളൂ. അയ്യോ അമ്മേ, ഓപ്ഷൻ ഡി. ഉത്തരം ശരിയാണ്. സമയക്കുറവുള്ളതുകൊണ്ട് നമ്മൾ ഈ പരിപാടി അല്പം ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഈ പരിപാടിയുടെ അവസാനത്തെ ചോദ്യം 1 കോടി രൂപയുടെ ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സാർ, ഇത് സത്യമാണോ? ഞാൻ എത്തിയോ? തീർച്ചയായും ഫ്രെഡി എത്തിയിരിക്കുന്നു. 1 കോടി രൂപയ്ക്ക് നിങ്ങൾ വെറും ഒരു ഉത്തരം പിന്നിൽ. ഈ ചോദ്യം ഞാൻ ചോദിക്കാൻ പോകുമ്പോൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു, നിങ്ങൾക്ക് ഇപ്പോഴും ഒരു ലൈഫ് ലൈൻ ബാക്കി നിൽക്കുകയാണ്. കോൾ ഡാഡി ലൈഫ് ലൈൻ ആണ് നിങ്ങൾക്ക് ബാക്കിയുള്ളത്. 1 കോടി രൂപയുടെ ചോദ്യം ഇതാ. മലയാളികളെ ഏറ്റവും അധികം ഹാപ്പി ആക്കുന്നത് ഇതിലേത്? ഓപ്ഷൻ എ ജവാൻ, ഓപ്ഷൻ ബി ഭാര്യ, ഓപ്ഷൻ സി ഇടുക്കി ഗോൾഡ്, ഓപ്ഷൻ ഡി ഹണി റോസ്. സാർ, ഇതിലെ ഒരു ഉത്തരം ഡിലീറ്റ് ചെയ്യാമോ സാർ? ഓപ്ഷൻ ബി ഭാര്യ ഡിലീറ്റ് ചെയ്യാമോ സാർ? അങ്ങനെ ഡിലീറ്റ് ചെയ്യുന്ന ഓപ്ഷൻ കഴിഞ്ഞു. അത് 50-50 ആയിരുന്നു. നിങ്ങൾ അത് നേരത്തെ എടുത്ത് തീർത്തതിനാൽ ഈ 4 ഓപ്ഷനുകളിൽ നിന്ന് ഒന്നും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. കോൾ ഡാഡി ഓപ്ഷൻ നിങ്ങൾക്ക് ഇപ്പോഴും ഓപ്പൺ ആണ്. നിങ്ങൾ അത് വേണമെങ്കിൽ ശ്രമിച്ചു നോക്കൂ. എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട് സാർ. മറ്റു 3 എണ്ണവും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് കോൾ ഡാഡി ഓപ്ഷൻ വേണം സാർ. എങ്കിൽ ഗുരുജി കോൾ ഡാഡി ആക്ടിവേറ്റ് ചെയ്യൂ. ഗുരുജി, ഈ പരിസരത്ത് ഫ്രെഡിയുടെ ഡാഡി ഉണ്ടെങ്കിൽ ഉടനെ കടന്നു വരണം. സാർ, വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഡാഡിക്ക് ആ ബംബിൾ ആപ്പിൽ ഒരു മെസ്സേജും കൂടി ഇടാവോ സാർ? ഗുരുജി, ഫ്രെഡിയുടെ ഡാഡിക്ക് ബംബിൾ ആപ്പ് വഴി ഒരു മെസ്സേജ് അയക്കൂ, ഉടൻ വരാൻ. ഡാഡി, ഇത് ഫൈനൽ ക്വസ്റ്റ്യനാ ഡാഡി. വളരെ കൺഫ്യൂസിങ് ക്വസ്റ്റ്യനാ ഡാഡി. ക്വസ്റ്റ്യൻ ഇതാണ്: മലയാളികളെ ഏറ്റവും ഹാപ്പി ആക്കുന്ന ഇതിൽ ഏത്? ഓപ്ഷൻ എ ജവാൻ, ഓപ്ഷൻ ബി ഭാര്യ, ഓപ്ഷൻ സി ഇടുക്കി ഗോൾഡ്, ഓപ്ഷൻ ഡി ഹണി റോസ്. ഇതാ ഡാഡി ക്വസ്റ്റ്യൻ. ഇതിന് ഉത്തരം പറഞ്ഞിട്ട് നിനക്ക് വല്ലതും കിട്ടുവാടാ? എന്റെ മണ്ടൻ ഡാഡി, 1 കോടിക്ക് ക്വസ്റ്റ്യന്റെ ആൻസർ മതി ഡാഡി. 1 കോടിയോ? എടാ, അപ്പൊ നീ എന്നെ പട്ടായക്ക് കൊണ്ടുപോടാ. ഉറപ്പായിട്ടും മൈ ഡിയർ ഡാഡി. എങ്കിൽ ഞാൻ ഈ ഉത്തരം ഇപ്പൊ തന്നെ പറയും. മൈ ലവ്ലി ഡാഡി. സാർ, ഓപ്ഷൻ സി ഇടുക്കി ഗോൾഡുമായിട്ട് മുന്നോട്ട് പോകാം സാർ. എനിക്ക് എന്റെ ഡാഡിയെ വിശ്വാസമാണ്. ഗുരുജി, ഓപ്ഷൻ സി ഇടുക്കി ഗോൾഡ് ലോക്ക് ചെയ്യൂ. ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് 1 കോടി. എന്റെ ഫ്രെഡി മോനെ, ആ ഫ്ലോ അങ്ങ് പോയി. എന്റെ പട്ടായയും 1 കോടി അടിച്ച് എന്റെ മോൻ കോടീശ്വരനാ. എന്റെ ഫ്രെഡി മോനെ, അമ്മയ്ക്കും താടാ കുറച്ച് പൈസ. എന്തെല്ലാം ആഗ്രഹങ്ങൾ ഉള്ളതാ. ഞാൻ ചോദിച്ചാ നീ എനിക്ക് തരില്ല? തരില്ല? നീ തരില്ല? വിടമാട്ടെ, വിടമാട്ടെ. ഉന്നെ എങ്ക നിന്ന് എങ്ങും വിടമാട്ടെ. USA, കാനഡ, ഓസ്ട്രേലിയ, പട്ടായ, എങ്കും വിടമാട്ടെ. നീ തരില്ല? ചെക്ക് താടാ പട്ടിയുടെ മോനെ. സാർ, എന്റെ കോടി. നഗ്നനേത്രങ്ങളാൽ ദൃശ്യമാവുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആവർത്തനത്തിന്റെ നിഗൂഢതയിൽ സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന ജുഗുപ്സാവഹമായ വെറും തോന്നലാവാം അത്. സുഹൃത്തെ, എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കാത്ത 1000 പരിരംഭണങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. പക്ഷേ ആത്മാവില്ലാത്ത ശരീരം ജഡമാണെന്നറിയുക.